നമസ്കാരം. ദൃഷ്ടി ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാർച്ച് 4-ാം തീയതിയിലുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം, ദേശീയ സുരക്ഷിതത്വ ദിനം എന്നാണ്? ദേശീയ സുരക്ഷിതത്വ ദിനം എന്നാണ്? മാർച്ച് 4-ാം തീയതിയാണ് ദേശീയ സുരക്ഷിതത്വ ദിനം. മാർച്ചിൽ വരുന്ന മറ്റ് പ്രധാനപ്പെട്ട ദിനങ്ങൾ നമുക്ക് നോക്കി വരാം. മാർച്ച് 1 വിവേചന രഹിത ദിനമാണ്. മാർച്ച് 3 ലോക വന്യജീവി ദിനം, കൂടാതെ മാർച്ച് 3 ലോക കേൾവി ദിനം കൂടിയാണ്. അപ്പൊ മാർച്ചിൽ വരുന്ന പ്രധാനപ്പെട്ട ദിനങ്ങളാണ് മാർച്ച് 1 വിവേചന രഹിത ദിനം, മാർച്ച് 3 ലോക വന്യജീവി ദിനം അഥവാ ലോക കേൾവി ദിനം, മാർച്ച് 4 ദേശീയ സുരക്ഷിതത്വ ദിനം. പ്രത്യേകം നോട്ട് ചെയ്ത് പോവുക. അടുത്ത ചോദ്യം, പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി ഇപ്പൊ നിലവില് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? ഉത്തരം എന്താണ്? ഷഹബാസ് ഷെരീഫ് ആണ് ഇപ്പൊ അടുത്തിടെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. അദ്ദേഹം പാകിസ്ഥാന്റെ 24ാമത്തെ പ്രസിഡന്റ് ആയിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, സംസ്ഥാനത്തെ ആദ്യ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? എന്താണ് ചോദ്യം? സംസ്ഥാനത്തിലുള്ള ആദ്യത്തെ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം എന്താണ്? മറയൂരാണ്. മറയൂർ എവിടെയാണ്? ഇടുക്കി ജില്ലയിലുള്ള പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയിൽ ഒന്നാണ് മറയൂർ എന്ന് പറയുന്നത്. ഇവിടെയാണ് ആദ്യത്തെ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന നഗരം ഏതാണ്? എന്താണ്? രാജ്യത്തിലുള്ള ആദ്യത്തെ റോപ്പ് വേ പദ്ധതി നിലവിൽ വരുന്ന നഗരം ഏതാണ്? വാരണാസിയാണ്. വാരണാസി എവിടെയാണ്? ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലുള്ള ഒരു പട്ടണമാണ് വാരണാസി എന്ന് പറയുന്നത്. കാശി, ബനാറസ് തുടങ്ങിയ പേരുകളിലും കൂടി അറിയപ്പെടുന്ന ഒരു പട്ടണമാണ് വാരണാസി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് 5ാമത്തെ ചോദ്യം, അർബുദബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? എന്താണ്? അർബുദബാധിതർക്കും ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? നീതി മെഡിക്കൽ സ്കീം എന്നാണ് പേര്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സിൽ എന്ത് ഡിസ്കസ് ചെയ്തു? ജൻ ഔഷധിയുടെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയുള്ള മറ്റൊരു സ്കീമാണ് നീതി മെഡിക്കൽ സ്കീം. ഇതില് ക്യാൻസർ പേഷ്യൻസിനും അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകളാണ് തുച്ഛമായ നിരക്കിൽ കൊടുത്തു വരുന്നത്. ആ ഒരു പദ്ധതി എന്താണ്? നീതി മെഡിക്കൽ സ്കീം. ഓക്കെ, അടുത്തത് 6ാമത്തെ ചോദ്യം, ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാനായിട്ട് കേന്ദ്ര സർക്കാരാണ് ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമിന്റെ പേര് എന്താണ്? ചക്ഷു എന്നാണ് ആ ഒരു പുതിയ സ്കീമിന്റെ പേര്. ഓർത്തു വെച്ചേക്കുക. ചക്ഷു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഫോണിലും വാട്സാപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ വേണ്ടിയിട്ട് ആരാണ്? കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ചക്ഷു. ഓക്കെ, അടുത്തത് 7ാമത്തെ ചോദ്യം, രാജ്യത്ത് ആദ്യമായി കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? ഈ സർട്ടിഫിക്കറ്റ് രാജ്യത്ത് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയ സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. കേരളത്തിലാണ് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പാക്കിയത്. ഓക്കെ, അടുത്തത് 8ാമത്തെ ചോദ്യം, കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പുതിയ പദ്ധതിയുടെ പേരെന്താണ്? വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി എന്തിനു വേണ്ടിയിട്ടാണ്? കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? ഹാരിയർ പദ്ധതി. ഓർത്തു വെച്ചേക്ക. ഹാരിയർ പദ്ധതി എന്തിനുള്ളതാണ്? കുറ്റകൃത്യങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന വനം വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ഹാരിയർ പദ്ധതി. ഓക്കെ, അടുത്ത ചോദ്യം, വന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കീഴിൽ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രം, ആ ഒരു മൃഗപരിപാലന കേന്ദ്രത്തിന്റെ പേരാണ് ചോദിച്ചേക്കുന്നത്. എന്താണ്? വനധാര എന്നുള്ളതാണ് ആ ഒരു മൃഗപരിപാലന കേന്ദ്രത്തിന്റെ പേര്. എന്താണ്? വന റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ കീഴിലാണ് ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന മൃഗപരിപാലന കേന്ദ്രം. ആ ഒരു കേന്ദ്രത്തിന്റെ പേര് വനധാര എന്നുള്ളതാണ്. ഗുജറാത്തിലെ ജാംനഗറിലാണ് ഈ ഒരു മൃഗപരിപാലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്.
3000 ഏക്കറിലാണ് മൃഗപരിപാലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആ ഒരു ഇതിന്റെ പേരാണ് വനധാര. ഓർത്തു വെച്ചേക്കാം. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ദിവസമുള്ള കറണ്ട് അഫയേഴ്സിന്റെ വീഡിയോ ദൃഷ്ടി ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. റൂട്ടഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. താങ്ക്